ശിവകാമി അകത്തേക്ക് കയറും മുകളിലേക്ക് നോക്കി എന്തോ ആലോചിച്ചുകൊണ്ട് കിടന്നിരുന്ന വെങ്കടേശ്വര അയ്യർ മുഖം തിരിച്ച് അവളെ നിന്ന് നോക്കി. അവളെ കാണുന്തോറും അയാളുടെ ഉള്ളിൽ വല്ലാത്തൊരു കുറ്റബോധം നിറയുന്നത് അവൾക്ക് മനസ്സിലായി. ഒരു പക്ഷേ ഇത്രയും നാൾ തന്നെയോ ദേവേട്ടനെ കുറിച്ച് അന്വേഷിക്കാതിരുന്നതാവാം അദ്ദേഹത്തിൻ്റെ മുഖഭാവത്തിന് കാരണമെന്ന് അവൾ ചിന്തിച്ചു. അപ്പാ, അവൾ അയാളുടെ അരികിലേക്ക് ചെന്ന് ആ ചുളിവ് വീണ കൈകളിൽ പതിയെ പിടിച്ചുകൊണ്ട് വിളിച്ചു. മോളെ ശിവ. നിയന്ത്രിക്കാൻ കഴിയാത്തതുപോലെ അയാൾ പൊട്ടിക്കരഞ്ഞുകൊണ്ടിരുന്നു. എന്നാപ്പാ എതുക്ക് അഴകറ? അവൾ അയാളെ ആശ്വസിപ്പിക്കാൻ എന്നതുപോലെ ആ വിറയാർന്ന കൈകളിൽ തലോടിക്കൊണ്ടിരുന്നു. അപ്പോഴേക്കും ദേവനും അവിടേക്ക് കടന്നു വന്നു. എന്താമേ, എന്തിനാ മാമ വിളിച്ചത്? അയാൾ വന്ന ഉടനെ കട്ടിൽ കിടക്കുന്ന വെങ്കടേശനെ ഒന്ന് നോക്കിക്കൊണ്ട് ശിവകാമിയോടായി ചോദിച്ചു. അറിയില്ല ദേവേട്ടാ, വേണിയ വന്ന് പറഞ്ഞത് അപ്പ വിളിക്കുന്നതെന്ന്. ഞാനിവിടെ വന്നപ്പോൾ അപ്പ എന്തു ആലോചിച്ചുകൊണ്ട് കിടക്കുന്നതാണ് കണ്ടത്. എന്നെ കണ്ടതും ഒറ്റക്കരച്ചിലായിരുന്നു. അവൾ ദേവനോടായി പറഞ്ഞുകൊണ്ട് കട്ടിൽ അദ്ദേഹത്തിൻ്റെ അരികിലേക്കായിരുന്നു. എന്താ മാമ, എന്തിനാ മാമ ഞങ്ങളെ കാണണമെന്ന് പറഞ്ഞത്? ഞങ്ങളോട് എന്തെങ്കിലും പറയാനുണ്ടോ? ദേവൻ അയാളുടെ കൈകളിൽ അമർത്തി പിടിച്ചുകൊണ്ട് ചോദിച്ചതും അയാളുണ്ടെന്ന രീതിയിൽ തലയാട്ടി കാണിച്ചു. എന്താ മാമ? അയാൾക്ക് പറയാനുള്ളത് എന്താണെന്നറിയാൻ ദേവനും മാമയും ആകാംക്ഷയോടെ നോക്കിയിരുന്നു. വെങ്കടേശ്വർ ഇരുവരെയും മാറി മാറി ഒന്ന് നോക്കി. ശേഷം ഇരുവരുടെയും കൈകൾ ഒരുമിച്ച് കൂട്ടിപ്പിടിച്ചു. മക്കളെ, ഈ പാപിയായ അപ്പയോട് നിങ്ങൾ പൊറുക്കണം. ഞാൻ നിങ്ങളോട് പെരിയൊരു തപ്പ് പണിട്ടേ. നിങ്ങൾക്ക് ഒരിക്കലും മറക്കാനോ പൊറുക്കാനോ ആവാത്ത തരത്തിലുള്ള പെരിയ തപ്പ്. അയാൾ തമിഴ് കലർന്ന മലയാളത്തിൽ വിറച്ചുകൊണ്ട് പറയാൻ തുടങ്ങിയതും ആമ്മ അയാളെ കൈയെടുത്ത് തടഞ്ഞു. വേണാപ്പ, ഇനി ഒന്നുമേ സൊല്ല വേണ, ഞങ്ങൾക്കെല്ലാം തരും. ആമ്മി പറഞ്ഞതും അയാൾ സംശയത്തോടെ അവളെ നോക്കി. ചിറ്റപ്പന് കൊടുത്ത വാക്കിന് പുറത്താണ് ദേവേട്ടന് ഞാനുമായിട്ടുള്ള വിവാഹത്തിന് അപ്പ എതിർത്തതെന്ന് ഞങ്ങൾക്കറിയാം. അതോടൊപ്പം വേണിക്ക് ദേവേട്ടനോട് തോന്നിയ ഇഷ്ടം നേടിക്കൊടുക്കാൻ വേണ്ടിയാണ് ചിറ്റപ്പനെന്ന് അപ്പയിൽ നിന്നും വാഗ്ദാനം വാങ്ങിയെന്നും ഞങ്ങൾക്കറിയാം. അമ്മയില്ലാതെ വളർന്ന വേണിയുടെ ആഗ്രഹത്തിന് വേണ്ടി അപ്പ സ്വന്തം മകളുടെ ആഗ്രഹം കണ്ടിൽ നിന്ന് നടിച്ചു. ശരിയല്ലേ അപ്പ? അവൾ നിർവികാരത്തോടെ പറയുന്ന കേട്ട് അയാൾ അത്ഭുതത്തോടെ അവളെയും ദേവനെയും മാറി മാറി നോക്കി. അതെ മാമ, അതറിഞ്ഞുകൊണ്ടാണ് ഞാനെന്ന് അവളെ ഇവിടെ നിന്നും കൊണ്ടുപോയത്. അല്ലാതെ പണത്തിൻ്റെ പേരിൽ ഒരിക്കലും മാമ സ്വന്തം സഹോദരിയെയും മക്കളെയും മാറ്റി നിർത്തിരുന്ന് ഞങ്ങൾക്കറിയാവുന്നതല്ലേ? ദേവനും കൂടി പറഞ്ഞതും അയാൾ നിറ കണ്ണുകളുടെ മുകളിലേക്ക് നോക്കിക്കിടന്നു. അതെ, അനുജന് കൊടുത്ത വാക്കിൻ്റെ പുറത്താണ് ഞാൻ നിങ്ങളെ തമ്മിൽ പിരിക്കാൻ ശ്രമിച്ചത്. പക്ഷേ ഞങ്ങളുടെ എതിർപ്പുകളൊക്കെ മറികടന്നുകൊണ്ട് നിങ്ങൾ ഒന്നായപ്പോൾ ഇവിടെ തകർന്നു പോയത് വേണിയുടെ മനസ്സായിരുന്നു. അത് അവൾക്ക് നിങ്ങളോടുള്ള പകയായി മാറിയപ്പോൾ അറിയാതെയാണെങ്കിലും അവരോടൊപ്പം ചേർന്ന് വലിയൊരു തെറ്റ് ചെയ്യേണ്ടി വന്നു. അല്ല, തെറ്റല്ല, പാപം, മഹാപാപം. ഒരച്ഛനും സ്വന്തം മകളോട് ചെയ്യാൻ പാടില്ലാത്ത മഹാപാപം. അയാൾ നിറഞ്ഞൊഴുകുന്ന കണ്ണുനീരോടെ വിക്കി വിക്കി പറഞ്ഞതും ദേവനും മാമയും ഒന്നും മനസ്സിലാകാതെ പരസ്പരം ഒന്ന് നോക്കി. എന്നാപ്പാ? അത് ചോദിക്കുമ്പോൾ ആമ്മയിൽ എന്തോ ഒരു ഭയം ഉടലെടുത്തു. കേൾക്കാൻ പോകുന്ന വാക്കുകൾ അത്ര സുഖകരമല്ല എന്ന് അവൾക്ക് മനസ്സിലായിരുന്നു. വെങ്കടേശ്വര അയ്യരുടെ മനസ്സ് ആ നിമിഷം വർഷങ്ങൾക്ക് പിന്നിലേക്ക് പോയി. മഹാദേവൻ, ശിവകാമി, കൃഷ്ണവേണി, 3 സഹോദരങ്ങളുടെ 3 മക്കൾ. മഹാദേവൻ 5 വയസ്സുള്ളപ്പോഴായിരുന്നു ശിവകാമി ജനിക്കുന്നത്. അവൾ ജനിച്ചപ്പോൾ തന്നെ വെങ്കടേശ്വരനും വാസുദേവനും കൂടെ ശിവകാമി മഹാദേവൻ്റെതാണെന്ന് ഉറപ്പിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ വളർന്നു വന്നപ്പോൾ അവിടെ മനസ്സിലും ആ ഇഷ്ടം ഇടം പിടിച്ചിരുന്നു. മഹാദേവനും വേണിയുടെ ഏട്ടൻ പ്രസാദും തമ്മിൽ മാസങ്ങളുടെ വ്യത്യാസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ശിവകാമി ജനിച്ച പിന്നെയും 3 വർഷങ്ങൾ കഴിഞ്ഞാണ് വേണിയുടെ ജനനം. വേണിക്ക് 12 വയസ്സുള്ളപ്പോഴാണ് അവളുടെ അമ്മ വൈദേഹി മരണപ്പെടുന്നത്. ചെറിയൊരു പനി വന്നതായിരുന്നു. അടുത്തുള്ള വൈദ്യൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി. പിന്നെ തിരികെ വന്നത് അവളുടെ ജീവനില്ലാത്ത ശരീരമായിരുന്നു. അത് വേണിക്ക് വല്ലാത്തൊരു ഷോക്കായിരുന്നു. അതുവരെ കൂടെ ഉണ്ടായിരുന്ന അമ്മ ഇനി ഇല്ലെന്ന സത്യത്തെ അംഗീകരിക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല. അത് പതിയെ അവളുടെ മനസ്സിന് താളം തെറ്റിച്ചു. പിന്നെ വർഷങ്ങളോളം ഒത്തിരി ചികിത്സകൾ നടത്തിയാണ് അവളെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്നത്. അതിനുവേണ്ടി ഒരു സഹോദരൻ നിലയിൽ ദേവൻ്റെ ഭാഗത്തു നിന്നും ഒത്തിരി സഹായങ്ങളുണ്ടായി. അതുകൊണ്ടാവാം അവനെ സ്വന്തമായി വേണമെന്ന് അവളുടെ മനസ്സ് ആഗ്രഹിക്കാനും വാശി പിടിക്കാനും തുടങ്ങിയത്. ദേവനും മാമിയും തമ്മിൽ ഇഷ്ടത്തിലാണെന്ന് അറിഞ്ഞിട്ടും അവൾ സ്വന്തം വാശി ഉപേക്ഷിക്കാനോ അവളുടെ ഇഷ്ടം വേണ്ടെന്ന് വെക്കുവാനോ തയ്യാറായിരുന്നില്ല. അതിനുവേണ്ടി അവൾ രാമനാഥൻ്റെ ബലഹീനത മുതലെടുത്തു. സുഖമില്ലെന്ന ഒറ്റ കാരണം കൊണ്ട് തന്നെ വീട്ടിലാരും അവളുടെ ആഗ്രഹത്തിന് എതിരെ നിൽക്കാറില്ലായിരുന്നു. അതറിയാവുന്നത് കൊണ്ട് തന്നെ അവൾ ദേവന് വേണമെന്ന ആഗ്രഹം രാമനാഥനോട് തുറന്നു പറഞ്ഞു.
കേട്ട ഉടനെ എന്ത് ചെയ്യണമെന്നറിയാതെ പകപ്പോടെ നിന്ന രാമനാഥൻ പതിയെ അവളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു. ദേവനും മാമിയും ഒരിക്കലും അതിന് സമ്മതിക്കില്ലെന്ന് അയാൾക്കറിയാമായിരുന്നു. പക്ഷെ ദേവന് വേണമെന്ന വാശിയിൽ ഉറച്ചിരുന്ന വേണിയുടെ മുന്നിൽ തോറ്റുകൊടുക്കാൻ മാത്രമേ അയാൾക്ക് കഴിഞ്ഞുള്ളൂ. ഒടുവിൽ മറ്റു മാർഗങ്ങളൊന്നുമില്ലാതെ മകളുടെ അവസ്ഥ പറഞ്ഞുകൊണ്ട് രാമനാഥൻ വെങ്കടേശന്റെ മുന്നിലെത്തി. തൻ്റെ മകളുടെ ജീവനും ജീവിതത്തിനും വേണ്ടി ആ മനുഷ്യൻ സ്വന്തം ജ്യേഷ്ഠന്റെ കാല് പിടിക്കാൻ പോലും തയ്യാറായി. തൻ്റെ മകളെ നഷ്ടപ്പെട്ടാൽ പിന്നെ തനിക്കും ഒരു ജീവിതം ഉണ്ടാക്കില്ല എന്ന രാമനാഥന്റെ വെളിപ്പെടുത്തൽ തളർന്നു വെങ്കടേശന് ആ നിമിഷം തൻ്റെ മകളെ മാറ്റി നിർത്തേണ്ടി വന്നു. മകനെ പോലെ സ്നേഹിച്ച തൻ്റെ അനുജന്റെ ജീവന് വേണ്ടി അയാൾ മനഃപൂർവ്വം തൻ്റെ മകളെ മറക്കാൻ നിർബന്ധിതനായി എന്നതാണ് സത്യം. ഒരിക്കലും മാമി ദേവന്റെ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലില്ല എന്ന വാക്ക് രാമനാഥന് നൽകുമ്പോൾ വെങ്കടേശന്റെ മനസ്സ് നിറയെ ആമിയുടെ മുഖമായിരുന്നു. ആ സമയത്തായിരുന്നു വാസുദേവന്റെ കച്ചവടത്തിൽ ചില വീഴ്ചകൾ സംഭവിക്കുന്നത്. അതും ഒരു അവസരമാക്കി എടുത്തുകൊണ്ട് അനുജന്റെ വാക്കുകൾ അനുസരിച്ച് വെങ്കടേശൻ തൻ്റെ മകളെ ദേവനിൽ നിന്നും അകറ്റാൻ ശ്രമിച്ചു. അനുജന് കൊടുത്ത വാഗ്ദാനത്തിന്റെ പേരിൽ സ്വന്തം അനുജത്തെയും മകളെയും ഒക്കെ വേദനിപ്പിക്കേണ്ടി വന്നതിൽ വെങ്കടേശന് വല്ലാത്ത ഹൃദയവേദന തോന്നിയെങ്കിലും അയാളുടെ മുന്നിൽ മറ്റു മാർഗങ്ങളൊന്നും തന്നെ ഇല്ലായിരുന്നു. അങ്ങനെ ദേവനിന്ന് കാണാൻ പോലും അനുവദിക്കാതെ അയാൾ ആമിയെ ഒരു റൂമിലിട്ട് പൂട്ടി. എന്നാൽ ഒന്നിനു വേണ്ടിയും തന്നെ ആമിയെ ഉപേക്ഷിക്കാൻ ദേവൻ തയ്യാറായിരുന്നില്ല. അതുപോലെ തിരിച്ച് ആമിയും തൻ്റെ ദേവേട്ടനെ മറക്കാൻ തയ്യാറായില്ല. വേണിക്ക് വേണ്ടിയാണ് തൻ്റെ അപ്പ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് അറിയാതെ വെറും സ്വത്തിൻ്റെയും പണത്തിൻ്റെയും പേര് പറഞ്ഞ് തന്നെ തൻ്റെ ദൈവത്തിൽ നിന്നും അകറ്റാൻ ശ്രമിക്കുന്ന അപ്പയെ ആമി വേർത്തു. മാവനം കൊണ്ട് അവരെ നേരിട്ട് കൊണ്ടിരുന്നു. ദിവസങ്ങൾ കടന്നു പോകുന്തോറും ആമിയുടെ അവസ്ഥ ദയനീയമായിക്കൊണ്ടിരുന്നു. ദേവനെ ഒന്ന് കാണാൻ പോലും കഴിയാത്ത വിഷമത്തിൽ അവൾ ഊണും ഉറക്കവും ഇല്ലാതെ ഓരോ ദിനങ്ങളും തള്ളി നീക്കി. മകളുടെ അവസ്ഥ കാണുമ്പോൾ നെഞ്ചു നീറുമെങ്കിലും അനുജന്റെ ജീവനായിരുന്നു ആ നിമിഷം വെങ്കടേശന് വലുത്. മകളെ പതിയെ പറഞ്ഞ് മനസ്സിലാക്കാമെന്ന് അയാൾ കരുതി. ഇതിനിടയിൽ വാസുദേവനും ശ്രീദേവിയും വെങ്കടേശനെ കണ്ട് സംസാരിക്കാൻ ശ്രമിച്ചുവെങ്കിലും അയാൾ അവരോട് സംസാരിക്കാൻ പോലും നിൽക്കാതെ ഒഴിഞ്ഞു മാറി. അതവരിലും വാശി നിറച്ചു. സ്വത്തിനും പണത്തിനും മാത്രം മൂല്യം കാണുന്ന ഒരുത്തിനെ മകളെ തങ്ങളുടെ മകന് വേണ്ടെന്ന് വാസുദേവനും തീരുമാനിച്ചു. അതിൻ്റെ ഫലമായി വാസുദേവൻ ദേവനെ മദ്രാസിലുള്ള തൻ്റെ അച്ഛൻ്റെ പെങ്ങളുടെ വീട്ടിലേക്ക് അയച്ചു. ആ നിമിഷം അച്ഛൻ്റെ തീരുമാനത്തെ അനുസരിക്കാൻ മാത്രമേ ദേവന് സാധിച്ചുള്ളൂ. പിന്നെ ദിവസങ്ങൾ കഴിഞ്ഞുപോയി. ദേവൻ പോയിട്ടൊരു മാസം പിന്നിട്ടു. പതിയെ വാസുദേവൻ്റെ കച്ചവടം ശരിയായി വന്നുവെങ്കിലും ആ സംഭവത്തോടെ വാസുദേവനും വെങ്കടേശന്റെ ബദ്ധശത്രുവായി മാറി. വെങ്കടേശന് അത് വിഷമമുണ്ടാക്കിയെങ്കിലും അയാളത് പുറമെ കാണിച്ചില്ല. ഒരു ദിവസം മാമിയുടെ റൂമിലേക്ക് കയറി വന്ന വെങ്കടേശൻ ആമി ദേവന്റെ ഫോട്ടോ നോക്കി കരയുന്നത് കണ്ട് സഹിക്കാൻ കഴിഞ്ഞില്ല. ഇനിയും ഇത് തുടർന്നാൽ താൻ സത്യങ്ങളെല്ലാം വിളിച്ചു പറഞ്ഞു പോകുമെന്ന് അയാൾക്ക് തോന്നി. അതുകൊണ്ട് തന്നെ ഇനി എന്ത് ചെയ്തിട്ടും ആമയും ദേവനെയും പിരിക്കാൻ കഴിയില്ലെന്ന് മനസ്സിലായതും വെങ്കടേശൻ ആമിക്ക് വേറെ വിവാഹം ആലോചിച്ചു. പരമാവധി എതിർക്കാൻ ആമി ശ്രമിച്ചുവെങ്കിലും ഒടുവിൽ അവൾ തോറ്റുപോകുമെന്ന ഘട്ടം എത്തി നിന്നു. അങ്ങനെ വെങ്കടേശന്റെ നിർബന്ധത്തിൽ ആമിയുടെ പെണ്ണ് കാണൽ തീരുമാനിച്ചു. അന്നേ ദിവസം മാമി ഒഴികെ എല്ലാവരും അതീവ സന്തോഷത്തിലായിരുന്നു. എന്നാൽ അതിരാവിലെ ആമി അന്വേഷിച്ച് അവളുടെ മുറിയിൽ എത്തിയവർക്ക് കാണാൻ കഴിഞ്ഞത് മുറിയിൽ ബോധമില്ലാതെ കിടക്കുന്ന ആമിയായിരുന്നു. പകച്ചുപോയി അവർ പെട്ടെന്ന് തന്നെ അവളെ ഹോസ്പിറ്റലിൽ എത്തിച്ചു. എന്നാൽ മണിക്കൂറുകൾക്കകം ഡോക്ടർ പറഞ്ഞ് വാർത്ത കേട്ട് അവിടുന്ന് ഓരോരുത്തരും തകർന്നു പോയിരുന്നു. ആമി ഗർഭിണിയാണ്. കേട്ട വാർത്തയിൽ എല്ലാവരും പകപ്പോടെ നിന്നപ്പോൾ ആമിയുടെ മുഖം മാത്രം സന്തോഷം കൊണ്ട് വിടർന്നു. അവളൊരു പുച്ഛത്തോടെ അവർ ഓരോരുത്തരെയും മാറി മാറി നോക്കിയിരുന്നു. തിരികെ വീട്ടിലെത്തിയ പാടെ രാമേശ്വരിയുടെ കൈകൾ ആമിയുടെ കവളിൽ ആഞ്ഞു പതിഞ്ഞു. ഇതിനായിരുന്നോടെ ദ്രോഹി, ജനിച്ച നാൾ മുതലൊക്കെ കാക്കയും പൂച്ചയും കൊടുക്കാതെ നിന്നെ പൊന്നുപോലെ നോക്കി വളർത്തിയത്. ഇങ്ങനെ അപമാനിക്കാനും മാത്രം ഞങ്ങൾ എന്ത് തെറ്റാടി നിന്നോട് ചെയ്തത്? ഇടർച്ചോടെയുള്ള രാമേശ്വരിയുടെ വാക്കുകൾ ആമിയിൽ വല്ലാത്തൊരു ചലനവും സൃഷ്ടിച്ചില്ല എന്നതായിരുന്നു സത്യം. അവളൊരു പുച്ഛത്തോടെ അവരെ നോക്കിയതിന് ശേഷം വെട്ടിത്തിരിഞ്ഞ് അകത്തേക്ക് കയറിപ്പോയി. അപ്പോഴും വെങ്കടേശന് യാതൊരു ചലനവുമില്ലാതെ ഉമ്മർദ്ദ ചാരി കസരയിൽ കണ്ണുകളടച്ച് കിടന്നതേയുള്ളൂ. ആ സമയം അയാളുടെ മിഴികൾ മാത്രം നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. ഇല്ല, ആ ആഗ്രഹത്തിനുള്ളിൽ നിന്നും കൃഷ്ണവേണിയുടെ അലർച്ച ഉയർന്നു കേട്ടു. ആമി ഗർഭിണിയാണെന്ന സത്യം അറിഞ്ഞ് എന്ത് ചെയ്യണമെന്നറിയാതെ രാമനാഥനും മറ്റും തളർന്നു നിന്നപ്പോഴാണ് വേണിയുടെ അലറിക്കരച്ചിൽ അവിടെ ഉയർന്നു കേട്ടത്. മോളെ! മകളുടെ അലർച്ച കേട്ട് രാമനാഥനും കൃഷ്ണപ്രസാദും ഓടി വന്നു. ഇല്ല മഹിയേട്ടൻ, എൻ്റെ മഹിയേട്ട, കൊണ്ടുവാപ്പാ, എൻ്റെ മഹിയേട്ടനെ എനിക്ക് കൊണ്ടെത്താ. അവളൊരു ഭ്രാന്തിയെ പോലെ രാമനാഥനെ ചുറ്റിപ്പിടിച്ചുകൊണ്ട് അലമുറയിട്ടു. ദേവന്റെ കുഞ്ഞാമിയിൽ വളരുന്നുണ്ടെന്നറിഞ്ഞതും വേണിയുടെ മനസ്സാകെ തകർന്നു പോയിരുന്നു. അവളുടെ അവസ്ഥയിൽ എന്തു പറയണമെന്നോ എന്ത് ചെയ്യണമെന്നറിയാതെ എല്ലാവരും പകപ്പോടെ നോക്കി നിന്നു. മോളെ, നീ ഒന്ന് സമാധാനപ്പെട്. പ്രസാദും അവളുടെ അരികിലേക്ക് വന്ന് അവളെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. പതിയെ അവൾ ബോധം മറിഞ്ഞ നിലത്തേക്ക് വീണു.
അവളുടെ അവസ്ഥയിൽ ഒരു രാവും പകലും കടന്നുപോയി. പിറ്റേന്ന് കണ്ണുകൾ തുറന്ന വേണി ആരോടും ഒന്നും മിണ്ടാതെ മൗനമായിരുന്നു. ദിവസങ്ങൾ കടന്നു പോകുന്തോറും ആമിയുടെ അവസ്ഥ ദയനീയമായി കൊണ്ടിരുന്നു. അഗ്രഹാരത്തിലെ രീതികൾ അനുസരിച്ച് വിവാഹം കഴിക്കാതെ ഒരു പെൺകുട്ടി ഗർഭം ധരിച്ചാൽ അവളെ അവിടെ നിന്നും പടിയടിച്ച് പിണ്ടം വെക്കുന്ന ഒരു ഏർപ്പാടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആരെങ്കിലും അറിയുന്നതിന് മുന്നേ അവളെ അവിടെ നിന്നും മാറ്റാൻ എല്ലാവരും കൂടെ തീരുമാനിച്ചു. അതിനിടയിൽ മകളുടെ അവസ്ഥ മനസ്സിലാക്കി വെങ്കടേശ്വർ ദേവനെ അന്വേഷിച്ച് വാസുദേവൻ്റെ വീട്ടിലേക്ക് പോയി നോക്കിയെങ്കിലും ശ്രീദേവിയെയും കൂട്ടി വാസുദേവൻ ദേവൻ്റെ അരികിലേക്ക് പോയി എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അങ്ങനെ 2 മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ഒരു ദിവസം അതിരഹസ്യമായി തന്നെ ആമിയെ കോയമ്പത്തൂരുള്ള വെങ്കടേശ്വരൻ്റെ അകന്ന ബന്ധത്തിലെ ഒരമ്മയുടെ അടുത്തേക്ക് മാറ്റി. പിന്നീടുള്ള 9 മാസക്കാലം അവൾ അവിടെ തന്നെ നിന്നു. ഈ സമയങ്ങളിലൊക്കെയും വേണി ആരോടും മിണ്ടാതെ തീർത്തും സൈലൻ്റായി ഒരു മുറിയിൽ തന്നെ കഴിച്ചു കൂട്ടുകയായിരുന്നു. അങ്ങനെ 9 മാസങ്ങൾക്കപ്പുറം ഒരു ദിവസം രാത്രിയിൽ ആമയ്ക്ക് പ്രസവവേദന തുടങ്ങി. ഹോസ്പിറ്റലിൽ എത്തിച്ച ഉടനെ അവളെ ലേബർ റൂമിലേക്ക് മാറ്റി. മണിക്കൂറുകൾ നീണ്ട പ്രാർത്ഥനയ്ക്കും വഴിപാടിനും ഒടുവിൽ ആമ പ്രസവിച്ചു എന്ന വാർത്ത കേട്ടു. എന്നാൽ ആ സന്തോഷത്തിന് വെറും നീർക്കുമിളകളുടെ ആയുസേ ഉണ്ടായിരുന്നുള്ളൂ. ആമ പ്രസവിച്ച കുഞ്ഞ് ചാപിള്ളയായിരുന്നു. ആമയുടെ കരച്ചിൽ ചീളിൻ്റെ ശബ്ദം കേട്ടാണ് വെങ്കടേശ്വർ ഓർമ്മയിൽ നിന്നും തിരികെ വന്നത്. ദേവന്റെ നെഞ്ചിൽ മുഖം അമർത്തി വെച്ച് കരയുന്ന ആമയൽ വേദനയോടെ നോക്കി കണ്ടു. മോളെ. അയാൾ അവളെ പതിയെ വിളിച്ചതും അവളുടെ കരച്ചിലിൻ്റെ ആക്കം ഒന്നുകൂടെ കൂടി. വേണ്ട മാമേ, ഇനിയൊന്നും പറയണ്ട. ഈ കാര്യങ്ങളൊക്കെ നമുക്കറിയാവുന്നതല്ലേ, പിന്നെയും എന്തിനാ? അവൻ അസ്വസ്ഥതയുടെ മുഖം തിരിച്ചു. അതെ ദേവ, ഇതൊക്കെ എല്ലാവർക്കും അറിയാം. പക്ഷേ നിങ്ങൾക്ക് അറിയാത്ത മറ്റൊരു കാര്യം കൂടെയുണ്ട്. നിർബന്ധമായും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അയാൾ വീണ്ടും പറഞ്ഞതും ദേവനും മാമിയും അയാളെ സംശയത്തോടെ നോക്കി. ആ നിമിഷം അയാളുടെ ഓർമ്മകൾ വീണ്ടും ആ രാത്രിയിലേക്ക് പോയി. എന്താ പറഞ്ഞത്? കുഞ്ഞു പോയെന്നോ? ഈശ്വര, എൻ്റെ മോള് ഇതെങ്ങനെ സഹിക്കും? ലേബർ റൂമിൽ നിന്നും ഇറങ്ങി വന്ന നേഴ്സ് പറഞ്ഞു കേട്ടതും വെങ്കടേശ്വർ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് അടുത്ത് കിടന്ന ബെഞ്ചിലേക്കിരുന്നു. അവിടെ നിന്ന എല്ലാവരുടെയും അവസ്ഥ അത് തന്നെയായിരുന്നു. എനിക്ക് എൻ്റെ കുഞ്ഞിനെ ഒന്ന് കാണാൻ സാധിക്കുമോ? അയാൾ അവരെ നോക്കി ദയനീയമായ ശബ്ദത്തിൽ ചോദിച്ചു. മയക്കത്തിലാണ്, കുറച്ച് കഴിഞ്ഞ് റൂമിലേക്ക് മാറ്റും, അപ്പോൾ പോയി കാണാം. അതും പറഞ്ഞിട്ട് നേഴ്സ് അകത്തേക്ക് പോയി. അവിടെ നിന്നവരെല്ലാം ഒരക്ഷരം പോലും പറയാനാകാതെ തളർന്നു നിൽക്കുകയായിരുന്നു. നിമിഷങ്ങൾക്കകം വെളുത്ത തുണിയിൽ പൊതിഞ്ഞ കുഞ്ഞു പൈതലിൻ്റെ ജീവനിലെത്ത ശരീരം അവിടെ മുന്നിലെത്തിച്ചതും സഹിക്കാൻ കഴിയാത്ത വേദനയുടെ രാമേശ്വരിയും മറ്റും അലറിക്കരഞ്ഞുപോയി. വെങ്കടേശ്വർ ഒരു വാക്ക് പോലും ഊരിയാടാനാകാതെ അതേ ഇരിപ്പിരുന്നു. എത്ര നേരം അങ്ങനെ ഇരുന്നെന്ന് അറിയില്ല. മണിക്കൂറുകൾക്ക് ശേഷം ആമയെ റൂമിലേക്ക് മാറ്റിയെന്നറിഞ്ഞപ്പോഴാണ് അയാൾ അവിടെ നിന്ന് എഴുന്നേറ്റത്. പതിയെ വേച്ച് അയാൾ അങ്ങോട്ടേക്ക് നടന്നു. വാതിലിന് മുന്നിൽ എത്തിയപ്പോൾ തന്നെ അകത്തുനിന്ന് മാമയുടെ നെഞ്ചി പൊട്ടിയുള്ള അലറിക്കരച്ചിൽ കേൾക്കാമായിരുന്നു. അത് കാണാനുള്ള ത്രാണിയില്ലാതെ അയാൾ ആ ചുമരിൽ ചാരി നിന്ന് കണ്ണുകൾ മുറുക്കി അടച്ചു. പിന്നെ 2 ദിവസം കഴിഞ്ഞാണ് ആമയെ ഡിസ്ചാർജ് ചെയ്തത്. കുഞ്ഞ് നഷ്ടപ്പെട്ട ആമി വല്ലാത്തൊരു മാനസികാവസ്ഥയിലായതുകൊണ്ട് തന്നെ അവളെ ആ സമയം നാട്ടിലേക്ക് കൊണ്ടുവരാൻ സാധിക്കില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അവളെ കുറച്ച് നാൾ കൂടെ കോയമ്പത്തൂരിൽ തന്നെ നിർത്താൻ തീരുമാനിച്ചു. ആമയുടെ മാനസികാവസ്ഥ കണക്കിലെടുത്ത ഹോസ്പിറ്റലിൽ നിന്നും അവളെ ഡിസ്ചാർജ് ചെയ്ത ശേഷം വെങ്കടേശനും രാമേശ്വരിയും അവിടെ തന്നെ നിൽക്കാൻ തീരുമാനിച്ചു. ദിവസങ്ങൾ കഴിഞ്ഞു പോയിട്ടും ആമയിൽ പ്രകടമായ മാറ്റങ്ങളൊന്നും തന്നെ ഉണ്ടായില്ല. ആരോടൊന്നും മിണ്ടാതെ ഒരു മുറിയിൽ തന്നെ അവൾ കഴിച്ചു കൂട്ടി. മകളുടെ ഈ അവസ്ഥ വെങ്കടേശന് സഹിക്കാവുന്നതിനും അപ്പുറമായിരുന്നു. മറ്റുള്ളവരുടെ വാക്ക് കേട്ട് മുന്നും പിന്നും ആലോചിക്കാതെ താൻ ചെയ്ത പ്രവൃത്തിയുടെ ഫലമാണ് തൻ്റെ മക്കളിപ്പോൾ അനുഭവിക്കുന്നതെന്ന് ഓർക്കുന്തോറും അയാൾ ഉരുകി ഒലിച്ചുകൊണ്ടിരുന്നു. ദേവനെക്കുറിച്ചാണെങ്കിൽ യാതൊരു വിവരവുമില്ല. ഇനി എന്തെന്നത് അയാളുടെ മുന്നിൽ ഒരു ചോദ്യചിഹ്നം തന്നെയായിരുന്നു. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴാണ് ബിസിനസ്സിൻ്റെ എന്തോ ആവശ്യത്തിനായി വെങ്കടേശൻ നാട്ടിലേക്ക് പോകേണ്ടി വന്നത്. പെട്ടെന്നുള്ള യാത്ര ആയതുകൊണ്ട് തന്നെ ആരോടുമൊന്നും പറയാൻ സാധിച്ചിരുന്നില്ല. അയാൾ പാലക്കാട് സ്റ്റേഷനിൽ ട്രെയിൻ ഇറങ്ങിയ ശേഷം ഒരു ടാക്സി വിളിച്ച് അഗ്രഹാരത്തിലേക്ക് പുറപ്പെട്ടു. സന്ധ്യ കഴിഞ്ഞതുകൊണ്ട് തന്നെ എല്ലാ വീടിൻ്റെയും ഉമ്മർത്ത് നിറദീപങ്ങൾ തെളിഞ്ഞിരുന്നു. അഗ്രഹാരത്തിന് മുന്നിൽ ഇറങ്ങി ടാക്സിക്ക് പൈസ കൊടുത്ത ശേഷം അയാൾ പതിയെ രാമനാഥൻ്റെ വീട്ടിലേക്ക് നടന്നു. തങ്ങളില്ലാത്തത് കൊണ്ട് തന്നെ വീടിൻ്റെ താക്കോൽ രാമനാഥനെയായിരുന്നു അയാൾ ഏൽപ്പിച്ചിരുന്നത്. ഉമ്മറപ്പടിയിൽ കത്തിച്ചു വച്ചിരിക്കുന്ന നിലവിളക്കിനെ നോക്കി കണ്ണുകൾ അടച്ചുകൊണ്ട് ഒരു നിമിഷം നിന്ന് പ്രാർത്ഥിച്ച ശേഷം ചാരിട്ടിരുന്ന വാതിൽ പതിയെ തുറന്നുകൊണ്ട് അയാൾ അകത്തേക്ക് കയറി. അകത്തുനിന്നും ആരെയും കാണാത്തത് കൊണ്ട് തന്നെ അയാൾ രാമനാഥനെ പേരെടുത്ത് വിളിക്കാൻ തുടങ്ങിയതും തൊട്ടടുത്ത മുറിയിൽ നിന്നും ആരുടെയോ തേങ്ങിക്കരച്ചിൽ കേട്ടു. ആരാണെന്നറിയാനായി അയാൾ അങ്ങോട്ടേക്ക് നടക്കുമ്പോഴാണ് രാമനാഥൻ്റെ വാക്കുകൾ അയാളുടെ ചെവിയിൽ വന്ന് തറച്ചത്. എന്നാലും ഒരു പിഞ്ചു കുഞ്ഞിനെ കൊന്നുകളെ നിനക്കെങ്ങനെ മനസ്സ് വന്നടി മഹാപാപി? രാമനാഥൻ പറഞ്ഞത് എന്തെന്ന് മനസ്സിലാകാതെ അയാൾ ഒരു നിമിഷം സംശയത്തോടെ നോക്കി നിന്നു. ശിവകാമി, നിന്റെ സഹോദരിയല്ലേ വേണി? എന്നിട്ടും അവളോട് നീ ക്രൂരത ചെയ്തല്ലോ.
രാമനാഥൻ പറഞ്ഞതും വേണി അയാളെ ദേഷ്യത്തോടെ നോക്കി. പിന്നെ എൻ്റെ മഹിയൻ്റെ കുഞ്ഞിനെ ശിവയ്ക്ക് പ്രസവിച്ച് വളർത്തണമായിരുന്നു അപ്പാ. മഹിയൻ്റെ കുഞ്ഞിനെ ഉദരത്തിൽ ചുമക്കേണ്ടത് ഞാനാ എൻ്റെ എണ്ണ കുഞ്ഞിനെ പ്രസവിക്കേണ്ടത്. എന്നിട്ടും 9 മാസം ശിവയ്ക്ക് ആ കുഞ്ഞിനെ ഉദരത്തിൽ ചുമന്നു. നെഞ്ചു പൊടുന്ന വേദനയോടെ തന്നെയാണ് ഞാനത് കണ്ടുന്നത്. അപ്പോൾ ആ കുഞ്ഞിനെ പ്രസവിച്ച് വളർത്തുകൂടെ ചെയ്താൽ എനിക്കെങ്ങനെ സഹിക്കാൻ കഴിയുമപ്പാ? അതുകൊണ്ട് തന്നെയാണ് ആ ഡോക്ടറിനെ സ്വാധീനിച്ച് ഒരാൾക്ക് പോലും സംശയം തോന്നാത്ത വിധത്തിൽ ജനിച്ച ഉടനെ ആ കുഞ്ഞിനെ ഞാൻ കൊന്നു കളഞ്ഞത്. വാശിയോടെ അവൾ പറഞ്ഞുകൊണ്ട് നോക്കിയത് തങ്ങൾ പറഞ്ഞത് കേട്ട് തറഞ്ഞു നിൽക്കുന്ന വെങ്കിടേശ്വരൻ്റെ മുഖത്തേക്കായിരുന്നു. പെരിയപ്പാ. അവളുടെ നാവിലും ഞെട്ടലോടെ അയാളുടെ പേര് അടർന്നു വീണപ്പോഴാണ് രാമനാഥനും അയാളെ കാണുന്നത്. ഏട്ടാ. അയാൾ പതർച്ചയോടെ വിളിച്ച കേട്ടതും വാർത്തയുടെ ആഘാതത്തിൽ തറഞ്ഞു നിന്ന വെങ്കിടേശ്വർ ഞെട്ടലോടെ മുഖമുയർത്തി അയാളെ നിന്ന് നോക്കി. ശേഷം തളർച്ചയോടെ അവിടെ അരികിലേക്ക് നടന്നു. ഞാൻ ഈ കേട്ടതൊക്കെ സത്യമാണോ വേണി? ഏട്ടാ, അത് വേണി. അയാളുടെ ചോദ്യത്തിന് മറുപടിയായി രാമനാഥൻ എന്തോ പറയാൻ തുടങ്ങിയതും വെങ്കിടേശ്വർ അയാളെ തറപ്പിച്ചെന്ന് നോക്കി. ഞാൻ ചോദിച്ചത് കേട്ടില്ലേ വേണി? കുറച്ചു മുന്നേ ഞാൻ കേട്ടതൊക്കെ സത്യമാണോന്ന്? വെങ്കിടേശ്വരൻ്റെ ശബ്ദം ഉയർന്നതും വേണി പേടിയോടെ അയാളെ ഒന്ന് നോക്കി. ശേഷം പതിയെ തല കുലുക്കിക്കൊണ്ട് അതെന്ന രീതിയിൽ തലയാട്ടി കാണിച്ചു. അടുത്ത നിമിഷം വെങ്കിടേശ്വരൻ്റെ കൈ ഒന്ന് ഉയർന്ന് താഴ്ന്നു. ആ. വേണി ഒരു നിലവിളിയോടെ താഴേക്ക് വീണപ്പോഴാണ് വെങ്കിടേശ്വർ അവളെ തല്ലിയെന്ന് രാമനാഥന് പോലും മനസ്സിലായത്. മോളെ, തൊട്ടുപോകരുത് അവളെ. അയാൾ ഞെട്ടലോടെ അവളെ പിടിക്കാൻ ആഞ്ഞതും വർദ്ധിച്ച ദേഷ്യത്തോടെ വെങ്കിടേശ്വർ രാമനാഥന് നേരെ അലറി. അയാൾ ഞെട്ടലോടെ പിന്നിലേക്ക് ആഞ്ഞു. ഏട്ടാ, മിണ്ടരുത് നീ. നിനക്കൊക്കെ വേണ്ടിയാണല്ലടാ ഇത്രയും നാളും ഞാൻ എൻ്റെ കുഞ്ഞിനെ പോലും വേദനിപ്പിച്ചത്. നീയും ഇവളും ജീവനോടെ ഇരിക്കാൻ വേണ്ടിയല്ലേ എൻ്റെ മോളുടെ സന്തോഷം പോലും നോക്കാതെ ഞാൻ അവളെ ദേവനിൽ നിന്നും പിരിക്കാൻ കൂട്ടുന്നത്. എന്നിട്ട് നീയും നിൻ്റെ മോളും കൂടെ എൻ്റെ കുഞ്ഞിൻ്റെ പ്രാണനെടുക്കുന്ന പ്രവൃത്തി തന്നെ ചെയ്തല്ലോടാ മഹാപാപി. അയാൾ അവരെ നോക്കി അലറിയതും അവർ ഇരുവരും മറുപടിയൊന്നും പറയാനാകാതെ മുഖം കുനിച്ചിരുന്നു. ഇല്ല രാമ, ഇതിന് നിങ്ങൾക്ക് മാപ്പില്ല. എൻ്റെ കുഞ്ഞിനെ തീരാ ദുഃഖത്തിൽ ആഴ്ത്തി ഇവളെ ഞാൻ വെറുതെ വിടില്ല. എൻ്റെ പേരക്കുഞ്ഞിനെ കൊന്ന ഇവളിനി സുഖമായി ജീവിക്കണ്ട, അനുഭവിക്കണം, നീറി അനുഭവിക്കണം. ഇനിയുള്ള കാലം ജയിലിൽ കിടന്ന് ഇവൾ അനുഭവിക്കട്ടെ. വേണി നോക്കി പൊച്ചത്തോടെ പറഞ്ഞിട്ട് അയാൾ പുറത്തേക്ക് നടക്കാൻ തുടങ്ങിയതും രാമൻ അയാളുടെ കാലിലേക്ക് വീണു. ചതിക്കല്ലേ ഏട്ടാ, മാപ്പാക്കണം. ഇനി എൻ്റെ മോള് ശിവമോൾക്ക് ഒരു ശല്യത്തിനും വരില്ല. ദയവ് ചെയ്ത് പോലീസിനെ അറിയിക്കല്ലേ ഏട്ടാ. അയാൾ കരഞ്ഞുകൊണ്ട് കാല് പിടിച്ചിട്ടും ആ നിമിഷം വെങ്കടേശ്വരൻ്റെ മനസ്സലിഞ്ഞില്ല. അയാൾ രാമനാഥനെ തട്ടി മാറ്റിക്കൊണ്ട് പുറത്തേക്ക് പോയി.